ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലോക എന്ന സിനിമ ഉണ്ടാക്കുന്ന കണ്ടന്റുകളുടെ ഒരു ചാകര തന്നെയാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ലോക എന്ന സിനിമ കൂടി 100 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തതോടെ മലയാള സിനിമയിലെ 12ാമത്തെ 100 കോടി സിനിമയായിട്ട് ലോകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ഒരുപാട് സിനിമകളാണല്ലോ 100 കോടിയിലധികം കളക്ഷൻ കണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും പുതിയ എൻട്രി ആയിട്ട് 100 കോടിയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ 100 കോടി സിനിമകളുള്ളതും അതോടൊപ്പം തന്നെ മലയാളത്തിന് ആദ്യമായിട്ട് 100 കോടി കളക്ഷൻ കാണിച്ചതും ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടന്റെ പുലിമുരുകനായിരുന്നു മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് 100 കോടി കളക്ഷൻ കാണിച്ചത്. 2016 പുലിമുരുകൻ റിലീസായത്. ഇത് വർഷം 2025 എത്തി നിൽക്കുമ്പോൾ 12 100 കോടി കളക്ഷനിലേക്ക് മലയാള സിനിമ എത്തി നിൽക്കുന്നു. മലയാളത്തിന്റെ രണ്ടാമത്തെ 100 കോടിയും ലാലേട്ടന്റെ രണ്ടാമത്തെ 100 കോടിയാണ്. അത് ലൂസിഫർ എന്ന സിനിമയായിരുന്നു. 2019 സിനിമ റിലീസായത്. ലാലേട്ടന്റെ മൂന്നാമത്തെ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടന്റെ എമ്പുരാൻ എന്ന സിനിമയാണ്. 4ാമത്തെ 100 കോടി കളക്ഷൻ കണ്ടത് തുടരും എന്ന സിനിമയാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും അധികം 100 കോടി കളക്ഷൻ ഉള്ളത് ലാലേട്ടന് തന്നെയാണ്. ലോക അത്യാവശ്യം നല്ല വേഗതയിലായിരുന്നല്ലോ 100 കോടി കളക്ഷനിലേക്ക് എത്തപ്പെട്ടത്. വെറും 7 ദിവസങ്ങൾ കൊണ്ടായിരുന്നു ലോക 100 കോടി കളക്ഷനിലേക്ക് എത്തപ്പെട്ടത്. എന്നാൽ വേഗതയുടെ കാര്യത്തിൽ ലാലേട്ടൻ സിനിമകൾക്ക് പിന്നിലാണ് ലോക. എമ്പുരാൻ വെറും 2 ദിവസങ്ങൾ കൊണ്ടാണ് 100 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കണ്ടത്. തുടരുമാകട്ടെ 6 ദിവസങ്ങൾ എടുത്താണ് 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കണ്ടത്. ഇനി 100 കോടി കളക്ഷൻ നേടിയെടുത്ത മറ്റ് 7 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഹൈദരാബാദ് കഥയുമായിട്ട് എത്തിയ പ്രേമലു എന്ന നെസ്ലൻ മമിത കോംബോൾ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ, തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ ഗുണഗോഹ കഥയുമായിട്ട് എത്തിയ മഞ്ഞുമൽ ബോയ്സ്, മരുഭൂമി കഥയുമായിട്ട് എത്തിയ പൃഥ്വിരാജിന്റെ ആടുജീവിതം, ബാംഗ്ലൂരിലെ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഫഹദിന്റെ ആവേശമെല്ലാം തന്നെ മലയാളത്തിലെ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമകളാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം വിന്നറായി മാറിയ സിനിമയാണല്ലോ ടൊവിനോയുടെ ARM. നാട്ടിൻപുറ കഥയുമായിട്ട് നാടോടി കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ARM. അതോടൊപ്പം തന്നെ പ്രളയ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 മലയാള സിനിമയുടെ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമകളാണ്. മറ്റൊരു 100 കോടി സിനിമ മാർക്കോയാണ്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. അപ്പോൾ ഈ പറഞ്ഞ 12 സിനിമകളാണ് ലോക ഉൾപ്പെടെ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളായിട്ടുള്ളത്. അങ്ങനെ മലയാള സിനിമയിലെ ഭൂരിഭാഗം സൂപ്പർ താരങ്ങളും 100 കോടി കളക്ഷൻ കണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ലിസ്റ്റ് MTLA എന്ന് പറയുന്നത് ചില പ്രമുഖരെല്ലാം തന്നെ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ആ പ്രമുഖന്റെ ആരാധകരുടെ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ ഒരുപക്ഷെ അവർക്കും 100 കോടിയിലേക്ക് എത്തപ്പെടാം. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ കാണിച്ചു തന്ന ആ 100 കോടി കളക്ഷനിലേക്ക് ലോകയും ഇടം പിടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത 100 കോടി സിനിമകൾ ഇതൊക്കെയെന്ന് ഈ വർഷം ഇനി അറിയുവാനായിട്ട് കാത്തിരിക്കാം.